അപ്പം നമുക്ക് അടിപൊളി ഒരു 4 മണി പലഹാരമായാലോ. അതിന് വേണ്ടി ഇതാ ഞാൻ 2 ഉള്ളി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കുറച്ച് തിന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, സ്വീറ്റ് കോൺ വെച്ചിട്ടൊരു പക്കോടയാട്ടോ. ചായൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് കുനുകുനായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ഈ സമയം കൊണ്ട് സ്വീറ്റ് കോൺ എന്ത് ചെയ്തു, ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അടുത്തൊരു ചെറിയ കപ്പിൽ 2 കപ്പ് കടലപ്പൊടിയും അതിലേക്കൊരു 1/4 to 1/2 കപ്പ് റവയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, പച്ചമുളകും മല്ലിച്ചെപ്പും ഒക്കെ ഇട്ടിട്ട് ഇത്തിരി മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മളിത് കൈ കൊണ്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മളൊരു പക്കോട ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതേപോലെ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഒരു കുറച്ച് നേരം നമ്മളൊന്ന് അടച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അടിപൊളി ടേസ്റ്റാട്ടോ. കുറച്ച് എരിവ് കുറച്ചൊരു മധുരമൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വൈകുന്നേരം ചായേൻ്റെ കൂടെ ഗംഭീരമാണേ. അപ്പോൾ ട്രൈ ചെയ്യുമല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.